ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാനായി ശ്രമിക്കുക. യെസ്, എന്തായാലും നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നൊരു കാര്യമെന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എന്താ പറയുക ഇന്ത്യൻ സൈനിങ്ങിന് ഇപ്പോൾ ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തയാണ് അറിയാൻ സാധിക്കുന്നത്. ഒന്നാമത്തെ സൈനിങ് എന്ന് പറയുന്നത് നരേന്ദ്ര ഗാലോട്ട് എന്ന് പറയുന്ന ഒഡീഷയുടെ പ്ലെയറിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു. ഒഡീഷയിൽ തന്നെ അദ്ദേഹം ബെഞ്ചിലാണ്. ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് എന്ത് പരിപാടിക്കാന്നറിയില്ല. എന്തായാലും എടുക്കാൻ നോക്കുന്ന ഇങ്ങനത്തേക്ക് ഇന്ത്യൻ പ്ലേയേഴ്സിനെയാണ്. എന്തു പറയാനാണ്, ഒട്ടും കൊള്ളില്ല എന്ന് പറഞ്ഞാൽ ഒട്ടും കൊള്ളില്ല. കാര്യമായിട്ട് പറയുവാണ്, നരേന്ദ്ര ഗാലോട്ട് അത്ര മികച്ച പ്ലെയറൊന്നുമല്ല. അതായത് എന്തിനും ഇങ്ങോട്ട് കൊണ്ടുവരുന്നതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. വേണമെങ്കിൽ ഒരു ബാക്കപ്പായിട്ട്, അതായത് പേരിനൊരു ബാക്കപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് വെക്കാം. അങ്ങനെ ഒരു പ്ലെയറിന് എന്തിനാണ് ആവശ്യമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നൊരു കേൾക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഗോൾ കീപ്പറിനെയും കൊണ്ടുവരും. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഗോൾ കീപ്പർ എന്ന് പറയുമ്പോൾ ഇവർ ഗുർപ്രീത് സിംഗ് സന്ധുവിനെയോ അമരീന്ദർ സിംഗിനെയോ ഇവരെയൊന്നും കൊണ്ടുവരാൻ പോകുന്നില്ല. അത് 100% ഉറപ്പാണ്. ഇനി കൊണ്ടുവരികയാണെങ്കിൽ തന്നെ വല്ല ഐ ലീഗിൽ നിന്ന് വല്ല അനന്തം ഭട്ടിചാരിയോ അല്ലെങ്കിൽ ദബ്ജിത് മജുംദാറിനെയോ ഇവരെയൊക്കെ ആയിരിക്കും എടുക്കാൻ പോകുന്നത്. എന്തായാലും ഞാൻ പറഞ്ഞ പോലെ അമരീന്ദറിനെയോ ഗുർപ്രീത്തിനെയോ വിശാൽ കേത്തിനെയോ ഒന്നും അവർ കൊണ്ടുവരാൻ പോകുന്നില്ല. സോ ഇതായിരിക്കും എക്സ്പീരിയൻസ്ഡ് ഗോൾ കീപ്പർ എന്ന് പറയുമ്പോൾ വരാൻ പോകുന്നത്. സോ എന്തായാലും അവസ്ഥ ഇതൊക്കെയാണ്. കാരണം ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ എന്തൊക്കെ ചെയ്താലും വലിയ പ്ലേസിനൊന്നും കിട്ടില്ല, അല്ലെങ്കിൽ അത്ര പൈസ ഇറക്കണം. അതൊന്നും ക്ലബ് ഇറക്കാൻ പോകുന്നില്ല. അത് വേറെ കാര്യമെന്ന് പറയുന്നത്. അത് ഇറക്കാനും പറ്റില്ല. നമ്മൾ ഇപ്പോൾ ഓർഡർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്ര പൈസ ഒന്നും ഇറക്കാൻ പറ്റില്ല ഈ ഒരു ജനുവരി സമയത്തൊക്കെ. കാരണം അത്ര കൂലായിരിക്കും ആൾക്കാർ ചോദിക്കുന്ന പൈസ. കാരണം ക്ലബിന് ആവശ്യമുണ്ടെന്നവർക്കൊക്കെ നല്ല രീതിയിൽ അറിയാം. സോ അതുകൊണ്ട് തന്നെ ആ ഒരു നല്ല പൈസ തന്നെ എന്താ പറയുക ക്ലബ്സും ചോദിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ നല്ല ടോപ്പിൽ നിൽക്കുന്ന ക്ലബ്ബാണെങ്കിൽ അവിടുത്തെ പ്ലേയേഴ്സ് വരാൻ മടിക്കും. ചിലപ്പോൾ കപ്പടിക്കുക, റോഡിൽ നിന്ന് കപ്പടിച്ചവർക്ക് നല്ലതല്ലേ. സോ അതൊക്കെയാണ് പ്രശ്നമെന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ വലിയ താരങ്ങളെ കിട്ടിയില്ലെങ്കിൽ എന്താ പറയുക, ഒന്നും പറയാൻ പറ്റില്ല. കാരണം അവസ്ഥ ഇതൊക്കെയാണ്. പിന്നെ നല്ല പൈസ ഇറക്കിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ അത് ഈ ക്ലബ്ബ് ഒരിക്കലും ഇറക്കാനും പോകുന്നില്ല. പ്രാക്ടിക്കലി അത് ഇറക്കാനും പാടാണ്. സോ എന്തായാലും നമുക്ക് കണ്ടറിയാം. നരേന്ദ്ര ഗാലോട്ടൊക്കെ ആണെങ്കിൽ ഒരു കാശിനും കൊള്ളത്തില്ല, സൈൻ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ എന്താ പറയുക, ഗുർപ്രീത് സിംഗ് സന്ധു അമരീന്ദർ സിംഗ് ഇവരൊക്കെയാണ് എക്സ്പീരിയൻസ്ഡ് എന്ന് പറയുന്നത്. ഇവരെയൊക്കെ കിട്ടിയത് നല്ലതായിരുന്നു. എന്തായാലും ഗുർപ്രീതിനെ ഒരിക്കലും കിട്ടില്ല. അമരീന്ദറിനെ ചിലപ്പോൾ കുറച്ചേറെ പൈസ കിട്ടിയെന്ന് വരാം. പക്ഷേ എന്താ പറയുക, ബ്ലാസ്റ്റേഴ്സ് അങ്ങനത്തെ ബൈക്കൊന്നും പോകത്തില്ല, അത് വേറെ കാര്യം. സോ എന്തായാലും ആരായിരിക്കാം ഒരു എക്സ്പീരിയൻസ്ഡ് ഗോൾ കീപ്പർ? ഐ ലീഗിലുള്ള വലിയ ഗോൾ കീപ്പർ ആകുമോ? ഐ ലീഗിൽ ആരൊക്കെ എക്സ്പീരിയൻസ് ഉള്ള നിങ്ങൾ തന്നെ ഒന്ന് പറയുക. സോ എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ലൈക്ക് അടുത്തിൽ കാണുന്നത്. ഗുഡ് ബൈ.